പ്രാരംഭ പരിപാടികളെല്ലാം നടന്നിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം 3LTV എന്നാണ് ആ ടെലിവിഷൻ ചാനലിൻ്റെ പേര്. ജർമ്മനിലാണ് എല്ലാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, 3LTV ജർമ്മൻ ഭാഷയിൽ ജർമ്മൻകാർക്ക് വേണ്ടി നടത്തുന്ന ഈ പരിശീലനവും ഈ വേദപാഠ പഠനവും കാറ്റഗിസം പഠിപ്പിക്കലും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സംവിധാനത്തെ ദൈവമേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇത് അവർക്ക് ഞാനൊരു കാലത്ത് കേരളത്തിലും ഈ ഭാരതത്തിലും മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രബോധിച്ചുകൊണ്ടിരുന്ന ജനലക്ഷങ്ങളോട് സുവിശേഷം പ്രബോധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ ഒരു പുരോഹിതന്റെ കല്ലറയിൽ ഒരു യൂറോപ്യൻ മിഷനറി അവിടെ കൊല്ലപ്പെട്ടു. മാർഗ്യരായ അയാളെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും അയാളുടെ സ്വന്തം തന്നെ അയാൾ വളർത്തിയെടുത്ത ഒരു ബാലൻ മാനസിക രോഗം ഉണ്ടാവുന്ന അവൻ ആ പുരോഹിതന്റെ ലോഹയിലെ ചരടുകൂരി കഴുത്തിലിട്ട് കെട്ടി വലിച്ചു കൊന്നവൻ. ആ കബറിടത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ മുട്ടുകുത്തിയപ്പോൾ ഞാൻ ശബ്ദം കേൾക്കുകയാണ്. ഞങ്ങൾ യൂറോപ്പിൽ നിന്നും ഭാരതത്തിൽ വന്ന് ഞങ്ങളുടെ ജീവൻ അർപ്പിച്ച് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിലേക്ക് നയിച്ചതിന് എങ്ങനെ ഒരു പ്രത്യുപകാരം ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, അത് വലിയൊരു കാര്യം. നമ്മളതിനകത്ത് എന്ത് ചെയ്യാൻ, നന്ദി പറയാമെന്നതാണ്. അടുത്ത് കേൾക്കുന്ന ഇങ്ങനെയാണ്, നിനക്ക് യൂറോപ്പിൽ വന്ന് ഞങ്ങളുടെ ആളുകളെ സഹായിക്കാമോ? Can you come to Europe and help our people? Can you come to Europe and help our people? ആ സമയത്ത് എൻ്റെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പോലത്തെ ഒരു അനുഭവമായി. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. യെസ് ലോർഡ്, ഞാൻ പോകാം എന്ന് മാത്രം. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ ആരും അറിയില്ല, യൂറോപ്പിൽ ആരും ദിനരാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. 40 ദിവസം എന്നെ കൊണ്ട് തന്നെ എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിപ്പിച്ചു. 40 days ഞാൻ ഒരു ഭക്ഷണം കഴിക്കാതെ. അങ്ങനെയാണ് 40 ദിവസം ഉപവാസം ഞങ്ങൾ എല്ലാവരും ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളും ഷാജി പിന്നെ വേറെ 2-3 പേര്, ഞങ്ങൾ 5 പേര് ജർമ്മനിയിലേക്കാണ് ചെല്ലുകയാണ്. അവിടെ കാലുകുത്തിയ നിമിഷം തന്നെ ആ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ കരം കോർത്ത് പിടിച്ചു. അതിശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ജോഷുവ 1:3 പറഞ്ഞുകൊണ്ട്, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും. അന്ന് രാത്രി അവിടെ ഇറങ്ങി ശബ്ദം പോലും മാറാണ്ട് കുളിക്കാൻ ഞങ്ങൾ നേരെ ചാപ്പലിൽ പോയി വിശുദ്ധമായി എഴുന്നള്ളിച്ചു വെച്ച് നിത്യാരാധന ആരംഭിച്ചു. ഇന്ന് 13-14 വർഷമായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി കാര്യങ്ങൾ കർത്താവോട് നടത്തി. ഒരുപാട് നിത്യാരാധന കേന്ദ്രങ്ങളുണ്ടായി. ഇവിടെ നിന്ന് ആളുകൾ നമ്മൾ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇപ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്ന 2 പേരോട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ടീമിലുള്ളവര് ഫുൾ ടൈം ഡേ ആൻഡ് നൈറ്റ് പ്രയർ. ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്നവർക്ക് നീതി നടത്തി കൊടുക്കാൻ ഞാൻ കാലവിളംബരം കാണിക്കുമോ? അങ്ങനെ കടന്നു വന്നത്. അങ്ങനെയാണ് യൂറോപ്പിലേക്ക് വിശുദ്ധ ദിവ്യകാല ആരാധനയായിട്ട് പോകാനിടയായി. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ കുർബാനയിൽ ഇരുന്നത്? ഈ ഈജിപ്തിൽ നിന്നും അവർ കടന്നു പോകുന്നതിൻ്റെ ആ വലിയ രഹസ്യമാണ് നമ്മൾ ഇന്ന് കുർബാനയിൽ പാസ് ഓവറായിട്ട് ആഘോഷിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയുടെ പ്രകടനത്തിലൂടെ ഇതാണ് ചെയ്യണം മാറിക്കൊണ്ട് ജനം മുഴുവനും അവരുടെ പാപത്തിന്റെ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ അടിമത്വത്തിൽ നിന്നും വിജയത്തിലേക്ക്
ഇന്നും നമ്മളിൽ സംഭവിക്കുകയാണ്. ഓരോ കുർബാനയും ഇത് സംഭവിക്കുകയാണ്. അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്. അന്ന് അവർ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്തു, ഈ വിജയം നമ്മൾ ആഘോഷിക്കണം. ഈ വിജയാഘോഷത്തിന് നിങ്ങൾ പെസഹ തിരുനാൾ എന്ന് വിളിക്കണം. ആ പെസഹ തിരുനാളിൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും പുളിപ്പില്ലാത്ത അപ്പവും എല്ലാ വർഷവും ഉണ്ടാക്കണം. അന്ന് കർത്താവ് ധരണി ചെയ്തപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചിരുന്നല്ലോ, ഈ പെസഹ തിരുനാളായിരിക്കും ഒരു കാലത്ത് ഒരു പെസഹ ആഘോഷിക്കുമ്പോൾ തൻ്റെ ഏകമകൻ തന്നെ ആയിരിക്കും പെസഹ കുഞ്ഞാടെന്ന് അന്നറിയാമായിരുന്നോ ഇല്ലയോ? അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഇതെല്ലാമാണ് ഈ കുർബാനയിലുള്ള പഴയ നിയമ പശ്ചാത്തലത്തിൽ. നമുക്കൊന്ന് സൂക്ഷിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ. നമുക്ക് ഇനി ഇത് നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് 10 മിനിറ്റ് ഇടവേള. ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു വരിക. 10 മിനിറ്റ് എന്നിട്ട് നമ്മൾ തുടരും.